പഴയ നിയമം പഠിച്ചാലും പുതിയ നിയമം പഠിച്ചാലും പത്രോസും യേശുവും കൂടാതെ മറ്റൊരു വ്യക്തിയും വെള്ളത്തിന്റെ മീതെ നടന്നൊരു ചരിത്രമില്ല. കടലിനെ രണ്ടാക്കിയ ചരിത്രമുണ്ട്, നദിയിലെ വെള്ളത്തെ പിൻവാങ്ങിയ ചരിത്രമുണ്ട്, പുതപ്പ് കൊണ്ട് അടിച്ച വെള്ളത്തെ രണ്ടാക്കിയ ചരിത്രമുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ മീതെ നടന്നുള്ളൊരു അനുഭവം ആർക്കുമില്ല. എന്നാൽ പത്രോസ് നോക്കിയപ്പോൾ യേശു വെള്ളത്തിന്റെ മീതെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ വാക്ക് അനുസരിച്ചാൽ, യേശു അനുവാദം നൽകിയാൽ എനിക്കും അപ്രകാരം ചെയ്യുവാൻ കഴിയുമെന്ന് പത്രോസ് മനസ്സിലായി. ആവേശം കൊണ്ട് എടുത്ത് ചാടിയില്ല, യേശുവിന്റെ വാക്കിന് താൻ കാത്തു നിന്നു. ഇന്നു പകൽ നമുക്ക് ആവേശമല്ല വേണ്ടത്, കർത്താവിന്റെ സന്നിധിയിൽ നാം കാത്തിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നാം കാത്തിരിക്കണം. ആവേശം കൊണ്ട് എടുത്തു ചാടിയാൽ അത് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ആപത്തിലായിരിക്കും. പലരും ദൈവത്തെ വിളിച്ചിറങ്ങാറുണ്ട്. ദൈവത്തെ വിളിച്ചല്ല ഇറങ്ങേണ്ടത്, ദൈവം വിളിക്കുമ്പോൾ ഇറങ്ങണം. കർത്താവിന്റെ ശബ്ദം കേട്ടിറങ്ങണം. കർത്താവിന്റെ ശബ്ദം കേട്ടിറങ്ങിയവരാരും പരാജയപ്പെട്ടിട്ടില്ല, പുറകോട്ട് പോയിട്ടില്ല. കർത്താവിനെ വിളിച്ചിറങ്ങിയ പലരും പുറകോട്ട് പോയിട്ടുണ്ട്, പിന്മാറ്റ അവസ്ഥയിൽ പോയിട്ടുണ്ട്. കർത്താവിന്റെ ശബ്ദം കേട്ടിറങ്ങിയ ആരും തകർന്നു പോയിട്ടില്ല. കർത്താവിന്റെ ശബ്ദം കേട്ട ആരും പിന്മാറ്റത്തിൽ പോയിട്ടില്ല. കർത്താവിന്റെ ശബ്ദം കേട്ട് പ്രവർത്തിച്ചവരാരും ക്ഷീണിച്ചു പോയിട്ടില്ല. കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ വചനം അനുസരിച്ച് ആരും തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല.